एक दूजे से पर चल रहा कारवां, ये कारवां। അമ്മേ, ഇന്ന് പാവേഷിക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? അമ്മയോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നു ഒരിക്കലും. ഇഷ, ഇഷ, എന്റെ മോളെ. ഇഷ, അമ്മ എനിക്കൊന്നുമില്ല. ഇഷ, എനിക്ക് എന്റെ ഈശ്വരനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവൻ എന്റെ മോൾക്ക് ഒരു അപകടവും വരാൻ സമ്മതിക്കില്ല. മതി മതി, ഇവിടെ നിർത്താം. മിണ്ടല്ലോ മിണ്ടല്ലോ. സൂരജ് ചാച്ചൻ കല്യാണം കഴിച്ചു. സൂരജ് ചാച്ചൻ കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുന്നു. സൂരജേട്ടൻ ഒരു ചേച്ചിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇന്ന് എന്റെ ഭർത്താവിന്റെ വീടൊരു സ്വർഗമായി. നല്ല കാര്യം. അമ്മ എന്തായാലും ഇനി കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. ഓർക്കാൻ വയ്യ. നീ എന്നാ ഇനി എന്നെ നിന്റേതായി കാണാൻ പോകുന്ന? പക്ഷെ എനിക്ക് എപ്പോഴും നീ എന്റേതായി കഴിഞ്ഞു. ഇന്നു മുതൽ ഞാൻ നിന്റെ മണവാട്ടിയെ. സൂരജ് ചേട്ടൻ കല്യാണം കഴിച്ചു. സൂരജ് ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് വന്നേക്കുന്നു. കണ്ടോ, ഞാനിത് മുമ്പേ പറഞ്ഞതല്ലേ, ഒക്കെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ആരാ ബ്രഹ്മചാരിയായിട്ട് ഇരിക്കാൻ പോകുന്നത്? അല്ലെങ്കിലും കാലമൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ. ഇതിലിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ? അതാണല്ലോ കാരണവന്മാരൊക്കെ പറയുന്നേ. പോയത് കാശിക്കാണെങ്കിലും വന്നത് കാശ്മീരിന്നാണെന്ന്. നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ, സൂരജിന്റെ കല്യാണം കഴിഞ്ഞെന്നോ? അതും ഇത്ര പെട്ടെന്ന്? ചേട്ടാ, ഞാൻ എന്താ ഈ കാണുന്നേ? അതെ, നീ ആദ്യം ഇതിൽ നമുക്ക് ആവശ്യമുള്ള പൈസ ഉണ്ട്, ഇതാദ്യം കൊണ്ട് ഡോക്ടർക്ക് കൊടുക്കുക. ഓക്കെ, ചേട്ടത്തിയുടെ കാര്യങ്ങൾ നോക്ക്. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓ, പൈസയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ശരിയായെന്ന് ചേട്ടൻ സമയത്ത് തന്നെ മെസ്സേജ് ചെയ്ത് നന്നായി. അതുകൊണ്ടല്ലേ ആ ഡോക്ടർ അപ്പൊ തന്നെ സർജറി ചെയ്യാൻ തയ്യാറായത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് ഒരു പിടിയില്ല. ഇനിയിപ്പൊ വല്യമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ ആയാ മതിയായിരുന്നു. എന്താ അത്?
കല്യാണം കഴിഞ്ഞു. അതോ ഇഷ്യൂ ആയിട്ടോ? പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? എനിക്കിതൊക്കെ ഒരു സ്വപ്നമായിട്ടോ തോന്നുന്നേ. കാവ്യ നിർത്ത. നിന്റെ പ്രിയപ്പെട്ട അനിയൻ ഇത്രയും നല്ല ബ്രഹ്മചാരി ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പോട്ടെ, എന്തായാലും നല്ല പെൺകുട്ടിയെ തന്നെയാ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹലോ, ഇങ്ങനെ കണ്ണും വിളിച്ച് നിന്നാ മതിയോ? ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ആ ചെല്ല്. വരാം. അതെ, എല്ലാരും ഒന്ന് മാറിക്കേ. ഹലോ, നിങ്ങളിങ്ങനെ ചൈനയിലെ വൻമതിൽ പോലെ നിന്നാൽ ഇവരെങ്ങനെ വീടിനകത്തേക്ക് പോകും? അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ ഈ നമുക്കെന്താ? കുടുംബത്തിന്റെ കാര്യം അല്ലെങ്കിൽ നമുക്ക് അവരെന്തോ ചെയ്യട്ടെ, നിങ്ങൾ വായിച്ചു.